ഞങ്ങളുടെ അമ്മച്ചിയെ അറിയാവോ? എൻ്റെ പല വീഡിയോയിലും അമ്മച്ചിയുണ്ട്. എൻ്റെ അച്ഛയുടെ അമ്മയാണ്. നിനക്ക് പിടിക്കാൻ വേണ്ടിയല്ല, പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഞാൻ പോയാ മീനൊന്നും നോക്കട്ടെ. ഇപ്പൊ അമ്മച്ചിയുടെ ഓർമ്മയൊക്കെ പോയി. പലരെയും അറിയത്തില്ല, അറിയാവുന്നവരെയൊക്കെ പെട്ടെന്ന് മറന്നുപോകും. അങ്ങനെയൊക്കെയാണ്. അമ്മച്ചിയെ ആക്റ്റീവായിട്ട് നിർത്താൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ബോൾ പാസിംഗ് പോലുള്ള ഗെയിമുകൾ കളിപ്പിക്കും, ബന്ധുക്കളുടെ പേരുകളൊക്കെ ചോദിക്കും, റേഡിയോ പരിപാടികളും പണ്ടത്തെ പാട്ടുകളും ഒക്കെ കേൾപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് മറവിരോഗമായിട്ടുള്ള ഒരു വടംവലിയിലാണ്. പുള്ളി ജയം ഉറപ്പിച്ചെങ്കിലും ഞങ്ങൾ പരമാവധി ശക്തിയിൽ ഇങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മച്ചിക്ക് ഇത്തവണ ഒരു സ്പെഷ്യൽ ഓണസമ്മാനം കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അമ്മച്ചിക്ക് വേണ്ടി ഒരു ഓർമ്മ പുസ്തകം റെഡിയാക്കി. അമ്മച്ചി എന്നും ഓർക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അമ്മച്ചി ജനിച്ചതും വളർന്നതും ഒക്കെ കുട്ടനാട്ടിലാണ്. അതുകൊണ്ട് തന്നെ അമ്മച്ചി പറയുന്ന കഥകളിലെല്ലാം വെള്ളവും വള്ളവും വയലും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു കവർപ്പടം തയ്യാറാക്കിയത്. ഇത് AI വെച്ച് ചെയ്തതാണ് കേട്ടോ. അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങള്, സാധനങ്ങള്, ഭക്ഷണങ്ങള്, ആളുകള് എല്ലാമാണ് ഈ 100 പേജിൽ അടങ്ങിയിട്ടുള്ളത്. ഓരോ പേജും മറിച്ച് നോക്കി അതിലെ ഫോട്ടോകൾ കണ്ട് അതിന്റെ അടിക്കുറിപ്പ് വായിക്കുമ്പോഴത്തെ അമ്മച്ചിയുടെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു കേട്ടോ. പണ്ട് ഓലമേഞ്ഞ വലിയൊരു വീടായിരുന്നു ഞങ്ങളുടേത്. പിന്നെ അടുത്തത്, ഞങ്ങൾക്ക് 2 വലിയ വള്ളങ്ങൾ ഉണ്ടായിരുന്നു. വെള്ളിനാട് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. നെടുങ്കുന്നം പള്ളിയിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. ആ സന്തോഷം നിങ്ങളെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മച്ചിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അത് വേണ്ടെന്ന് വെച്ചു. ഓർമ്മ കുറഞ്ഞു തുടങ്ങിയ കാലത്ത് അമ്മച്ചി കുന്നംകേരിയിലെ കഥകളാണ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മച്ചി തന്നെ അമ്മച്ചിയുടെ കഥ പറയുന്ന രീതിയിലാണ് ഈ പുസ്തകം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെ പടങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ കുറേ പാടുപെട്ടു. ചിലതൊക്കെ ഇന്റർനെറ്റിൽ നിന്ന് എടുത്തു, ചിലതൊക്കെ AI വെച്ച് ഉണ്ടാക്കി. നമുക്ക് പുസ്തകം ഒന്ന് നോക്കാം.
അമ്മച്ചിയുടെ സഹോദരങ്ങൾ, മറ്റു റിലേറ്റീവ്സ്, അവരുടെ മക്കൾ, അങ്ങനെ ഒരുപാട് പേരുടെ പടങ്ങൾ ഇതിലുണ്ട്. അവരോട് പെർമിഷൻ ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതും കാണിക്കുന്നില്ല. UK-യിലുള്ള എൻ്റെ ആൻറ്റിയാണ് എനിക്ക് ഇതിൻ്റെ ഐഡിയ പറഞ്ഞു തന്നത്. അവിടെയൊക്കെ ഇതുപോലെ മെമ്മറി ബുക്ക് തയ്യാറാക്കി കൊടുക്കാറുണ്ട്. നമുക്കും ഒന്ന് നോക്കിയാലോ എന്ന് ആൻറ്റി പറഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഒരു ഓണ സമ്മാനമായിട്ട് ഈ പുസ്തകം അങ്ങ് കൊടുക്കാമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. പടങ്ങൾ സംഘടിപ്പിക്കുന്ന ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ലേസർ പ്രിന്റ് എടുത്ത് ലാമിനേഷനും ബൈൻഡിങ്ങും ചെയ്തപ്പോൾ പുസ്തകം റെഡി. ഇപ്പൊ എല്ലാ ദിവസവും അമ്മച്ചി ഈ പുസ്തകം മുഴുവൻ മറിച്ചു നോക്കും. നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സമ്മാനമാണ് ഈ ഓർമ്മ പുസ്തകം.